നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പോരാട്ടമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്ന് തന്നെയാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണം നടത്താൻ അവിടെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. UDF നടത്തിയ തെറ്റായ പ്രചരണങ്ങളെ തുറന്നു കാണിക്കാനും ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സാധിച്ചു. തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും കള്ളക്കഥകൾ പ്രചരിപ്പിക്കാനാണ് UDF ശ്രമിച്ചത്. ഓരോ തരം നാടകങ്ങൾ സൃഷ്ടിക്കുകയാണ് അവർ ചെയ്തത്. രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് UDFന് സാധിച്ചിട്ടില്ല. പലതരം വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായത്. അവയെ ജനങ്ങൾ തള്ളുന്ന നിലയാണ് ഉപതെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ കണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകളും വലതുപക്ഷം കാണിക്കുന്ന തെറ്റായ സമീപനങ്ങളും തുറന്നു കാട്ടിക്കൊണ്ടാണ് LDF തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഉയർത്തിക്കാണിക്കാനും അതിനെതിരായി രൂപം കൊണ്ട വർഗീയ കൂട്ടുകെട്ടുകളെ തുറന്നു കാണിക്കാനും ആ മണ്ഡലത്തിൽ നല്ലതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആ നിമിഷം മുതൽ കേരളത്തിലും പ്രത്യേകിച്ച് നിലമ്പൂരിലും വലിയ സ്വീകാര്യതയാണ് സ്ഥാനാർത്ഥിക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോഴ് പോളിംഗ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള വിജയം ഉറപ്പാക്കാനാവുന്നു എന്നുള്ളതാണ് വസ്തുത. UDFനും പ്രത്യേകിച്ച് കോൺഗ്രസിനകത്തുമുണ്ടായിട്ടുള്ള തർക്കങ്ങൾ കൂടുതൽ ശക്തിയായി പുറത്തു വരുന്നതിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇടയാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കെ മുരളീധരനും ശശി തരൂരും തമ്മിലുള്ള വാക്പോരുകളും ഇതിൻ്റെ ഉദാഹരണമായിട്ട് കാണാൻ കഴിയും. നിലമ്പൂരിന് ശേഷം UDFനകത്ത് വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടാകാൻ പോകുന്നത്. ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ എടുത്തതിലൂടെ നിലമ്പൂരിൽ UDFനെ തകർക്കുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ മുന്നേറ്റം രൂപപ്പെടുത്തുന്നതിനും സാധിച്ചു എന്നുള്ളതാണ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള ഈ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇല്ല, ഇപ്പോൾ പ്രത്യക്ഷ പരിപാടികളൊന്നുമല്ല, ഇതന്നെ പ്രത്യക്ഷ പരിപാടി. എല്ലാ ജനാധിപത്യ ശക്തികളും അതൊരു പാർട്ടി എന്ന രീതിയിൽ മാത്രമല്ല, മതനിരപേക്ഷ ഉള്ളടക്കമുള്ളൊരു സമൂഹത്തിൽ ഭരണഘടനാ വിരുദ്ധമായി RSSന്റെ അടയാളങ്ങളും ചട്ടങ്ങളുമെല്ലാം ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കി മാറ്റാനുള്ള നിലപാടിനെ കേരളം ഒന്നടങ്കം ശക്തിയായിട്ട് പ്രതിഷേധിക്കേണ്ടതാണ്. ആ പ്രതിഷേധമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്.
ഗവർണറുടെ ചുമതലകൾ എന്താണെന്ന് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു തീരുമാനം വിദ്യാഭ്യാസ എടുത്തിരിക്കുന്നു. രാഷ്ട്രീയമായ മറ്റൊരു തരത്തിലുള്ള മറുപടിയായി അല്ല, ഭരണഘടന പഠിപ്പിക്കുന്നത് എപ്പോൾ നല്ലതല്ലേ? എല്ലാ കാലത്തും ഈ കേരളത്തിലും ഇന്ത്യയിലും ഭരണഘടനാപരമായ മൂല്യങ്ങളും അതിൻ്റെ പ്രിയാമ്പിളും അതൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. കുട്ടികളെയും പഠിപ്പിക്കുന്നതല്ലേ. അപ്പോഴാണ് ഭരണഘടനാ വിരുദ്ധമായ നിലപാട് എന്താണെന്ന് എല്ലാവർക്കും തിരിച്ചറിയാനാവുക. അതൊന്നും ഒരു ചർച്ചയില്ല. അതിലിന്നലെ പറഞ്ഞാണ്. ഒരു ചർച്ചയില്ല. അത് സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. വിമർശനം ഉണ്ടായിരുന്നെങ്കിൽ വിമർശനം ഉണ്ടായെന്ന് പറയുന്നതിൽ എന്താ കുഴപ്പം? എന്താ ബുദ്ധിമുട്ട്? സ്വയം വിമർശനമല്ലേ ഞങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജം തന്നെ. അത് നിങ്ങൾ ധരിക്കുന്നതാണ് തെറ്റായ നിലപാട്. ഒരു ഊർജ്ജത്തിനും പ്രശ്നമില്ല. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലല്ലേ ഊർജ്ജം ഉണ്ടാവേണ്ട കാര്യമില്ല. സ്വയം വിമർശനം ഉണ്ടാവേണ്ട കാര്യമില്ല, ചർച്ചയും ചെയ്യേണ്ട കാര്യമില്ല. ചർച്ച ചെയ്തിട്ടുമില്ല, സ്വയം വിമർശനം ഒട്ടും ഉണ്ടായിട്ടുമില്ല. പോരെ? അല്ല, അതൊക്കെ തിരിച്ചത് എന്തൊക്കെയാണെന്നുള്ളതും എന്തൊക്കെയാ കാര്യങ്ങളെന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞാണ്. അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി അത് സംബന്ധിച്ച് ചർച്ചയ്ക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു നാക്ക് വഴിയും പറ്റുമെന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വളരെ വിശദമായിട്ട് പറഞ്ഞു പത്രസമ്മേളനത്തിൽ തന്നെ. അതവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇത് വോട്ടൊന്നും ഞങ്ങൾ തീരുമാനിച്ചില്ല. നല്ല രീതിയിൽ ചെയ്യും. അൻവറിനേക്കാളും അങ്ങനെ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം അൻവറിനേക്കാളും അതല്ലേ വോട്ടിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള സ്വീകരണം ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പോളിംഗും അത് തന്നെയാണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. ഇല്ല, ഞങ്ങളതൊന്നും വിലയിരുത്തിയില്ല. ആ നമ്പറൊന്നും വിലയിരുത്തേണ്ട ഒരു കാര്യം. അതായത് ഞങ്ങൾക്ക് ഇപ്പോൾ അൻവറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്യേണ്ടിയില്ല. ഞാൻ ഒരു ഘട്ടത്തിലും ചർച്ച ചെയ്തില്ല, ഇപ്പോഴും ചർച്ച ചെയ്യുന്നില്ല. അൻവറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ LDF ജയിക്കും. അതിന് അൻവറിൻ്റെ സഹായത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല.